കേരളത്തിലെ വാദ്യഗ്രാമം എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ പരമ്പരാഗതമായി മൃദംഗവും മദ്ദളവും തബലയും അതുപോലുള്ള തുകിൽ വാദ്യങ്ങൾ നിർമ്മിക്കുന്ന ഒരു കുടുംബത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അച്ഛനും അമ്മയും മകനും ചേർന്നാണ് ഈ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ഗംഗാധരൻ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, അപ്പം ഈ മദ്ദളത്തിൻ്റെ തുടക്കം മുതലുള്ളൊരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ? മദ്ദളത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ മരമാണ്, പ്ലാവിൻ്റെ തടി. അത് എടുത്തിട്ട് ഇതുപോലെ കടഞ്ഞ് ഹോളിട്ട് ഇതിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് ക്ലിയർ ചെയ്ത് ഓട്ടയാക്കി കുറച്ച് ദിവസം ഇങ്ങനെ കിടത്തി വയ്ക്കും. ഇങ്ങനെ കിടത്തി വെച്ചിട്ട് എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ഇതിനുള്ളിലുള്ള നീരെല്ലാം വലിഞ്ഞു പോകണം. എന്നിട്ട് ഇത് എടുത്തിട്ട് നമുക്ക് ഇതിൽ പണി ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം കടന്തല വട്ടം ഉണ്ടാക്കും. ഇത് കടന്തല. പിന്നെ രണ്ടാമത് വലന്തല. ഈ വലന്തല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വട്ടത്തിൽ കാണിത്തോല് എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ തോല് വേറെ പ്രത്യേകം ഇതിൽ വെച്ച് കാണി കുത്തുകയാണ്. കാണിത്തോല്, അതിന് കാണി കുത്തും. അത് കഴിഞ്ഞിട്ട് വാറ് വെട്ടും. വാറെന്ന് പറയുന്നത് ഇത് എരുമത്തോല് അല്ലെങ്കിൽ പോത്തും തോല് തന്നെ. അതിൽ വാറ് വെട്ടിയിട്ട് രണ്ടും കൂടി വെച്ച് ഇതേമാതിരി കോർക്കും. കോർത്തതിന് ശേഷമാണ് ഈ കാണി കുത്തിയതിലാണ് വലന്തല എന്ന് പറയുന്നതിലാണ് ചോറിടുക. ഇപ്പോൾ ഇത് ഇടുന്നത്, ചോറിടുന്നത് ഈ വലന്തലയാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഇതേമാതിരി കട്ട വയ്ക്കും. ഇത് ഒരു ടൈറ്റിന് വേണ്ടിയിട്ട് കട്ട വെച്ചിട്ട് നനച്ച് ഇതിൻ്റെ ഓരോ കണ്ണിയായിട്ട് 17 കണ്ണിയിട്ട് 17 കോർവ അത് കൂടെ നനച്ച് ഓരോ ശകലം ഇത്തിരി ഇറങ്ങി വന്ന്, അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്നതിൻ്റെയോടൊപ്പം തന്നെ വലിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ ആ മുട്ടി, ആ ഇരുമ്പിൻ്റെ റാഡ്, ഈ റാഡും ഇതും കൊണ്ട് ഇതിലേക്ക് പതുക്കെ ഇടിക്കും. അപ്പോൾ ഇത് ഒന്നും കൂടി ഇറങ്ങും. അപ്പോഴാണ് ഈ തോല് സൗണ്ട് വരിക. അത് അതിന് പറയുന്നത് മദ്ദളം വലിക്കുക പറയും. മദ്ദളം വലിച്ച് രണ്ട് തലയും ക്ലിയർ ഒപ്പമായതിനു ശേഷം പിന്നെ വലന്തലയിൽ ശ്രുതി ചേർക്കും. വലന്തല ശ്രുതി ചേർക്കുക പറഞ്ഞാൽ ഒരാളുടെ കൈയും ഓരോ തരത്തിലായിരിക്കും. എൻ്റെ കൈ കൊട്ടുമ്പോൾ പാകമായിരിക്കും, നിങ്ങൾ കൈ വയ്ക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും, പോരാട്ടമായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിന് നിങ്ങളുടെ കൈക്ക് അനുസരിച്ച് പാകമാക്കി കൊടുക്കും. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ തോലുകൾ, കൊഴുപ്പുള്ള തോല് പറ്റില്ല. കൊഴുപ്പില്ലാത്ത തോലാണ് എടുക്കുന്നത്. കൊഴുപ്പുള്ള തോല് പറ്റില്ല. അതേമാതിരി ചോറ് ഇടുന്നതിൽ എണ്ണമയമാറാൻ പാടില്ല, ഉപ്പ് ചേർക്കാൻ പാടില്ല. ഉപ്പിടാത്ത ചോറേ പറ്റുള്ളൂ. ഇത് ഈ വാറ് കിട്ടുന്നതൊക്കെ ഒത്തിരി കഷ്ടപ്പാടുള്ള. അതെ അതെ. കോർത്ത് തന്നെ ഈ 17 34 കോർവിൽ കൂടെ കോർത്ത് ടൈറ്റ് ചെയ്ത് ഈ ഫിറ്റിംഗ് ആക്കി ഈ ശബ്ദം വരണം. ഇത് ഫുൾ ഇതിൻ്റെ ടോപ്പ് സൗണ്ട് അല്ല, ഇനിയും വരും. അപ്പോൾ അതിനാണ് ഈ കട്ട വെച്ചിരിക്കുന്നത്. ഈ കട്ട വെച്ച് എടുത്ത് ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചും കൂടി നല്ല സൗണ്ട്. ചില തോലുകൾ, നല്ല തോലുകൾ അങ്ങനെ തന്നെ കിട്ടും. ചിലത് വലിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര വീതിയിൽ വെട്ടണം. ഇതാണ്ട് അത് വെട്ടിയിട്ടില്ലേ, അതേമാതിരി വെട്ടിയാലേ ഈ രൂപത്തിലാവുള്ളൂ. ഒരു 4 വലിയൊക്കെ വലിക്കുമ്പോഴേക്കും ഇത് ഈ സൗണ്ട് ആകുമ്പോഴത്തേക്കും ഇത് വലിയും. അതേ സമയത്ത് ഒരു 6 മാസം പഴക്കമുണ്ടെങ്കിൽ വലിക്കാം. ആ വെട്ടിയത് അങ്ങനെ തന്നെ കിട്ടും. നമ്മൾ എത്ര വീതി വെട്ടിയോ അത് അപ്പടിയെ കിട്ടും. അല്ലെങ്കിൽ ഈ പച്ചത്തോലാകുമ്പോൾ, പച്ചത്തോല് പറയും മീൻസ് 1 മാസത്തിൻ്റെ ഉള്ളിൽ വെട്ടുമ്പോൾ വലിയ. ചേട്ടനിപ്പോൾ എത്ര വർഷമായി ഈ നിർമ്മാണത്തിലേക്ക്? ഒരു 10-30 വർഷമായിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ട് മുത്തച്ഛനായിട്ടുള്ള വർക്ക് തന്നെയാണ്. പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത്. അച്ഛനും മുത്തച്ഛന്, അച്ഛന്, ഞാൻ, ചേട്ടൻ, ഞാൻ, അനിയൻ, എല്ലാവരും ഇതിൻ്റെ വർക്ക് ചെയ്യണം. ഞാനത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൈകൊണ്ട് തൊടുന്നത്. പിന്നെ ഇത് കണ്ടപ്പം ഒരു കൗതുകത്തിനൊന്ന് കൊട്ടി നോക്കിയതാണ്. ചേച്ചി ഇപ്പോൾ എത്ര നാളായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെ എത്ര നാളായിന്നല്ല, വർഷങ്ങളായി ചേച്ചി ചെയ്യുന്നുണ്ട്. 10-20 വർഷവും 10-20 വർഷമായിട്ടുണ്ട് ചെയ്യുന്നത്. കാരണം ഏട്ടനെ നേരത്തെ ഈ കുട്ടികൾ വലുതാണ് മുന്നേ ഞാൻ തന്നെയാണ് ഹെൽപ്പൊക്കെ. മദ്ദളം മേടിക്ക് കൊടുക്കും, പിന്നെ തോലങ്ങനെയൊക്കെ ശരിയായി കൊടുക്കും, പിന്നെ ഈ പണി ഇതൊക്കെ ചെയ്ത് കൊടുക്കും. ഇവിടെ ആയിരുന്നു അതോ വിവാഹം കഴിഞ്ഞോടെ വന്നതിന് ശേഷം ഇതൊക്കെ പഠിച്ചാണ്? ഇവിടെ വന്നതിന് ശേഷം, വിവാഹം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഇതൊക്കെ പഠിച്ചത്. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഇതിപ്പോൾ കുറച്ചിങ്ങനെ ഒരു 10-20 വർഷമായിട്ട് ഇതെല്ലാം ഞാൻ
പഠിച്ചെടുത്തു. പിന്നെ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയായിരുന്നു. പിന്നെ എനിക്കിതിൽ താല്പര്യമാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ല, തന്നെയാണ് തൊഴിൽ. അപ്പം പിന്നെ നമ്മൾക്ക് ഇതിനോടുള്ള താല്പര്യം കൂടുതലാണ്. ഇത്ര വർഷമായിട്ട് ഇതിലൂടെ തന്നെയാണ് വരുമാനം? തന്നെയുള്ള വരുമാനം. ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. 3 പിള്ളേരുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, 2 ആൺകുട്ടിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇതൊന്നുകൂടെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ഇതല്ലേ ഫിനിഷിങ് ആയ? ഇത് ഫിനിഷിങ് ആയതാ. അതോ കൊട്ടി നോക്കാം, അതിൻ്റെ ഒരു സൗണ്ട് പറയാൻ കേട്ടാ. അതാണ് ഫിനിഷിങ് ആകുമ്പോഴാണ് അതിൻ്റെ ആ ശബ്ദം വേറെ ഇതാവുക, അല്ലെങ്കിൽ ഈ ഓളം വരില്ല. ഇവിടെ മദ്ദളം മാത്രം ഉണ്ടാക്കുന്നുള്ളൂ? മദ്ദളം മാത്രമല്ലോ. പുതിയ പണി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ, പുതിയ കുറ്റിയാണിത്. ഇതാണ് പുതിയ കുറ്റി. ഇതും വെയിറ്റ് ഉണ്ടാകും, പക്ഷെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ആറി കിട്ടി. പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളൊക്കെ ഇതല്ലേ ബോർ ചെയ്തെടുത്ത് ഇതിങ്ങനെ നമ്മൾ ഇത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഇത്രയ്ക്ക് ഉണ്ടാവും. ഇതൊന്ന് വൃത്തിയായിട്ടൊന്ന് ഫിനിഷിങ് ആക്കാൻ മാത്രം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് എടുത്ത് പറഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റില്ല, ബലം ഉണ്ടാവില്ല. നമുക്ക് പിന്നെ അതിൽ കുറച്ച് കാലം വട്ടക്കുത്തറ യൂസ് ചെയ്യണ്ടല്ലേ, അതങ്ങനെ ഉണ്ടാവില്ല. ഇതിന് നമ്മൾ പ്ലാവ് തന്നെ എടുക്കുക, വേറെ ഒന്നും ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ പണ്ട് ഏട്ടൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് കടഞ്ഞെടുക്കുകയാണ് കൈ കൊണ്ട്. നമ്മൾ ഒരാൾ എന്താ പറയുക, നമ്മൾ ശരിക്കും ഇങ്ങനെ വാറിങ്ങനെ വലിച്ചെടുക്കുന്ന മാതിരിയൊക്കെ വലിച്ചെടുത്തിട്ട് കടഞ്ഞെടുക്കുകയാണ് അച്ഛൻ. ഇപ്പം പിന്നെ നമുക്ക് അതിനൊന്നുള്ള സമയമില്ലല്ലോ. അപ്പോൾ നേരെ ലേത്തിൽ കൊടുത്തിട്ട് നമ്മൾ കടഞ്ഞെടുക്കും. നമ്മൾ ഈ വലന്തലയ്ക്ക് ഇതിൽ നമ്മൾ എന്താ പറയുക, ഇത് പശുവിൻ്റെ തോല കേട്ടാ. ഇതില്ലേ ഇപ്പം നമ്മൾ കാണിത്തോലെന്ന് പറയും. അപ്പം അത് പശുവിൻ്റെ തോല. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഇതിൻ്റെ അടിയിൽ, ഈ വട്ടത്തിൻ്റെ അടിയിലുള്ളത് അത് ശരിക്കും നമ്മൾ എരുമ്പിൻ്റെ തോല തന്നെ, പോത്തും തോല തന്നെയാണ് അത് ഇടുന്നത്. ഇത് നമ്മൾ പശുവിൻ്റെ തോലാണ്. അതാണ് വലന്തലിൻ്റെ കാണിത്തോല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മാത്രം പശുവിൻ തോല ഉപയോഗിക്കുക. ബാക്കി ഇതൊക്കെയും പോത്തിൻ തോല് തന്നെയാണ്. പുറമെ ഈ വാറ് ഇതൊക്കെ ഇതൊക്കെയും പോത്തിൻ തോലാണ്. ഇത് മാത്രം പശുവിൻ്റെ തോല. ഇത് ഏകദേശം ഒരു 6 മണിക്കൂറോളം എടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ് മൊത്തത്തിൽ. അപ്പം ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകാനോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു പണിക്ക് പോകാനോ പറ്റില്ല. ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങി അവസാനിക്കുന്നിടം വരെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ മദ്ദളത്തിൻ്റെ ആ ഒരു പെർഫെക്ഷനോട് കൂടി നമുക്ക് ഈ ചോറിടാൻ പറ്റത്തുള്ളൂ. ചേച്ചിയുടെ ഒരു ദിവസത്തെ ഏകദേശം ഒരു 6-7 മണിക്കൂറോളം ഇതിനു വേണ്ടി മാത്രമാണ് ഇവിടെ ചിലവാക്കുന്നത് അല്ലേ? അതെ അതെ, 6 മണിക്കൂർ ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. രാവിലെ എപ്പോൾ തുടങ്ങും? രാവിലെ ഒരു 10, അതാണ് ഞാൻ പറഞ്ഞ അത് പിന്നെ സമയമൊന്നുമില്ല. ഒരു 12 മണിക്കാണ് ഇരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയാവും, അല്ലെങ്കിൽ ഒരു 11 മണിക്ക്, അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക്, അങ്ങനെയൊക്കെ ഇരിക്കും. ചേച്ചിയുടെ അടുക്കളത്തെ ജോലി കഴിയണം, ഞങ്ങൾക്ക് 5 പേർക്കൊക്കെ ഭക്ഷണങ്ങൾ വെക്കണം, മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇതിലേക്ക് ഇരിക്കും. ഒരു ചെറിയൊരു അഴുക്ക് പോലും ഉണ്ടാകാൻ പാടില്ല, എണ്ണയുടെ അംശമേ പാടില്ല. അത് തീരെ ഓയിൽ എണ്ണയുടെ ഒന്നും പറ്റില്ല. നമ്മളിപ്പോൾ തലയ്ക്ക് തന്നെ ഒന്ന് വെറുതെ ഒന്ന് ഇതാക്കിയിട്ട് അതിൽ പെട്ടവർ അവിടെ മാത്രം പിടിക്കില്ല. അതാണ് നിങ്ങൾ തന്നെ വന്ന് തൊടുമ്പോൾ വേണ്ട എന്ന് പറയുന്നത്. ഇത് അതായത് ചോറിട്ട് തീരുന്നിടം വരെ അത് ആ ജോലി ചെയ്യുന്ന ആളല്ലാണ്ട് വേറൊരാൾ അതിൽ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെയാണ്, അത്രയ്ക്ക് കൃത്യതയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. പെരുവമ്പെന്ന് പറയുമ്പോഴത്തേക്കിനും തന്നെ കേരളത്തിലെ ഒരു വാദ്യ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്, വാദ്യ നിർമ്മാണ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഇവിടുത്തെ കുടുംബങ്ങൾ, എത്ര കുടുംബങ്ങളുണ്ടാകും ഇതുപോലെ വാദ്യ? ഞങ്ങളുടെ സമുദായത്തിൽ ഒരു 10-60 വീടുണ്ട്. ഞങ്ങളുടെ ആൾക്കാർ 60 വീടുണ്ട്. പിന്നെ ഈ തൊഴിൽ ചെയ്യുന്നത് മദ്ദളം, മൃദംഗം, ഡക്ക, തബല, ഇങ്ങനെ ഈ വാദ്യോപകരണം ചെയ്യുന്നത് ഒരു 20 ഫാമിലി കഷ്ടിച്ചുണ്ടാവും. പിന്നെ കുറച്ച് പേര് ഇവിടെ തന്നെയാണ്, കുറച്ച് പേര് പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താരതമ്യേന കുറവാണോ ആൾക്കാർ മുൻപത്തെക്കാട്ടിലും? ഇല്ല, അത് അന്നും ഒരുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് കമ്മിയായിട്ടൊന്നുമില്ല, കൂടുതലുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഈ സമുദായത്തിൽപ്പെട്ടവർ, ഈ വർക്കിലുള്ളവർ ഇതന്നെയാണ് പിന്നെ തലമുറയായിട്ട് ജോലി ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇത് വിട്ടുപോയിട്ടൊന്നുമില്ല. ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് സപ്പോർട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഗവൺമെൻറ് ഒന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എൻ്റെ അറിവിലൊന്നും നമുക്ക് ആർക്കും കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്തതായിട്ടോ ഒന്നുമില്ല. അങ്ങനെ അതിനുവേണ്ടി നമ്മളൊന്നും ശ്രമിച്ചിട്ടുമില്ല, അതും പറയണം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു വന്നാൽ അതിന് എക്സ്പ്ലനേഷൻ മറുപടി പറയാനോ അല്ലെങ്കിൽ അത്രയ്ക്ക് മാത്രം വിദ്യാഭ്യാസം ഉള്ളവരൊന്നും
നമ്മുടെ കയ്യിൽ ഇല്ലതായി. നമ്മളിത് വെറുതെ കേട്ടുകൊണ്ട് തന്നെയാണോ ഇത്? അതെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ ഇത് ചെക്ക് ചെയ്യാൻ? സൗണ്ട് ഇല്ല, ഇതിന് ഞങ്ങൾ ഒന്നുമില്ല, ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ തന്നെ കേട്ടിട്ടുള്ള ഇത് നമ്മൾ തല്ലി നോക്കിയിട്ട് ഇതിന് ഓരോ ഭാഗത്തും 17 കോർവയുണ്ടല്ലോ, 17 തരത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിന് ഈ 17 ഒരുപോലെ ആയാലേ ഇതിനൊരു സുഖമായിട്ടുള്ളൊരു ശബ്ദം വരും, ഈ നീളവും ഇതിനൊരു സുഖമായിട്ടുള്ള വരുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും അത് ക്ലിയർ ആയിരിക്കില്ല. ഈ ഒരു താളത്തിന്റെ അളവ് നമ്മുടെ അറിവ് എത്ര നാളത്തെ ഒരു അറിവിന്റെ ഇത് മാത്രമാണ്, അല്ലാണ്ട് ഇതിന് വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. മൃദംഗത്തിന് അവരുടെ ഒരു സാധനമുണ്ട്, എന്തോ ഒരു ശ്രുതി കിട്ടുന്ന അതിന് ശ്രുതിക്ക് നോക്കാൻ മൃദംഗത്തിനുണ്ട്, ഇതിന് ഇല്ല. പക്ഷെ ഇതിലും ആ സാധനം വെച്ച് നോക്കായൊന്നുമില്ല. അപ്പൊ ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാർ ഇത് കൊട്ടി നോക്കി, അപ്പോൾ ഇത് കൊണ്ടുപോകാൻ ഇതിൻ്റെ ഉടമസ്ഥം വരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇത് ടൈറ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ച് ഇതിനൊക്കെ നല്ല ഒരു ക്ലിയർ ആക്കി വെക്കും. ആക്കി വെച്ചിട്ട് അയാൾ വന്നിട്ട് കുട്ടി നോക്കുമ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും അയാൾക്കൊരു ചെറിയൊരു പോരായ്മ, അല്ലെങ്കിൽ ഒന്നും കൂടി മൂക്കണം, അല്ലെങ്കിൽ ഒന്ന് താഴണം എന്ന് തോന്നുകയാണെങ്കിൽ അയാളുടെ കൈ വെച്ച് കുട്ടി നോക്കി തോന്നുമ്പോൾ നമ്മളത് കറക്റ്റാക്കി ചെയ്തു കൊടുക്കും. അപ്പം എൻ്റെ അളവിന് എനിക്കിത് പാകമാണെന്ന് വെച്ചിട്ട് അയാൾ വന്ന് കൊട്ടി നോക്കുമ്പോൾ അയാൾക്കിത് ഒന്ന് കൂടുതലായിരിക്കാം ഈ ടോണ്, ഇല്ലെങ്കിൽ കുറവായിരിക്കാം. കുറവാണെന്ന് പറഞ്ഞാൽ കയറ്റി ഒന്ന് ചേർത്ത് മൂപ്പിച്ച് കൊടുക്കേണ്ടി വരും, കൂടുതലാണെങ്കിൽ ഒന്ന് ഇറക്കി കൊടുക്കേണ്ടി വരും. അത് ഒരാൾക്കാർക്ക് ഓരോ കൈയാണ്. ചിലവർ നല്ല വലിപ്പമുള്ള കൈയാകുമ്പോൾ ഈ ശബ്ദം കിട്ടില്ല, അടഞ്ഞ മാതിരി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ലേശം മൂപ്പിച്ച് കൊടുക്കണം, എന്നാലേ അത് അവർക്ക് ടെമ്പറായി നല്ല ശബ്ദം കിട്ടുള്ളൂ. ഇതിന്റെ അവസാന ഘട്ടം ഇത് ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്, ബാക്കി ഇവര് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രുതി ചേർത്തുന്നത് ഞാൻ തന്നെയാണ് ചേർത്തുന്നത്. ബാക്കി ചോറിടുന്ന അങ്ങനത്തെ കാര്യങ്ങൾ, ചോറിടുന്നതൊക്കെ ഇവര് ചേച്ചി, ഭാര്യയും മോനും ഒക്കെ. പിന്നെ ഈ വലിക്കുന്നതും ആടാനും വട്ടം കുത്തുന്നതും, ഇപ്പോൾ അവിടെ വട്ടം കുത്തി വെച്ചില്ലേ, അതൊക്കെ അയാൾ ചെയ്യണതാണ്.